സദഖത്തു അലൽ മിസ്കീനി സദഖത്തുൻ, പാവപ്പെട്ട ഒരാൾക്ക് സദഖ നൽകുമ്പോൾ അത് സദഖ മാത്രമാണ്. വഅലൽ ഖരീബ്, എന്നാൽ മിസ്കീനായ കുടുംബക്കാരന് നൽകുമ്പോഴോ സദഖത്തും വസിലത്തുൻ, അത് സദഖയാണ്, അതോടൊപ്പം അത് സിലയുമാണ്, കുടുംബബന്ധം ചേർക്കലുമാണ്. കുറെ ബന്ധങ്ങൾ വേറെയും വിസ്തരിച്ച് പറയണ്ട. ഒരു കുടുംബക്കാരൻ മരിച്ചു, മൂപ്പർക്ക് കടണ്ട്, നമ്മൾ ഏറ്റെടുക്കണം. എന്തെങ്കിലും രോഗം വന്നു, മൂപ്പർക്ക് അത് ചികിത്സിക്കാൻ സൗകര്യമില്ല, നമ്മൾ ചികിത്സിക്കണം. അബൂ ഹനീഫ ഇമാമിന്റെ മദ്ഹബിൽ ഒരു ചർച്ച ഉണ്ട്. നമുക്ക് ആർക്കൊക്കെ നിർബന്ധമായും ഈ ചികിത്സ ഭക്ഷണം പോലത്തെ നൽകേണ്ടതുണ്ട് എന്ന്. മാതാപിതാക്കളെ പോലെയുള്ള മക്കളെ പോലെയുള്ള ആളുകൾക്കാണ് പൊതുവെ നൽകേണ്ടത്. പക്ഷെ അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, കുടുംബ ബന്ധത്തിൽ ആർക്കെങ്കിലും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് നൽകലും നമുക്ക് നിർബന്ധമാകുന്നു. മഹാനായ റസൂൽ പറഞ്ഞു, അഹ്ലുൽ ജന്ന സലാസ ദു സുൽത്താനിൻ മുഖ്സിത്ത് വറജുലുൻ റഹീം റഖീഖുൽ ഖൽബി ബികുല്ലി ദി ഖുർബ വമുസ്ലിം വറജുലുൻ ഗനിയ്യുൻ നഫീഫുൻ മുതസദ്ദിഖുൻ. സ്വർഗത്തിലുള്ള ആളുകളെ മൂന്നായിട്ട് ചേർക്കുകയാണ്, മൂന്ന് വിഭാഗം. ഒന്ന്, അധികാരമുണ്ട് പക്ഷേ നീതിമാനായിരുന്നു. രണ്ടാമത്തേത്, ഒരു മനുഷ്യൻ അവൻ കാരുണ്യമാനാണ്, ആർദ്രഹൃദയനാണ്, എല്ലാ കുടുംബക്കാർക്കും മുസ്ലിമിനും അവനെ കൊണ്ടാകും വിധത്തിലുള്ള സേവനവും സഹായവും ചെയ്യുന്നു. വറജുലുൻ ഗനിയ്യുൻ നഫീഫുൻ മുതസദ്ദിഖുൻ, കൃപയുള്ള സദഖ ചെയ്യുന്ന സമ്പന്നൻ. സ്വർഗ്ഗക്കാരെ മൂന്നായിട്ട് തിരിച്ചതിൽ ഒന്ന്, കുടുംബത്തിനോട് സ്നേഹം പുലർത്തുന്ന, കുടുംബത്തിന് കാരുണ്യം ചെയ്യുന്ന, കുടുംബത്തെ മാനിക്കുന്ന മനുഷ്യർ.